അഞ്ചാം ട്വന്റിയും പരാജയപ്പെട്ട് ഇംഗ്ലണ്ട് ഇന്ത്യയെ വൈറ്റ് വാഷ് അടിച്ചങ്ങ് വിട്ടു. 56 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. 2 പരമ്പരകൾ തുടരെ നഷ്ടപ്പെട്ട് 6 തോൽവികളും ഏറ്റുവാങ്ങി ഒരു വിജയവും പോലും ഇല്ലാതെ T20 റാങ്കിങ്ങിലെ 1-ാം സ്ഥാനവും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ടീം ഇന്ത്യക്ക്. 5-ാം T20യിൽ വളരെ മോശം പ്രകടനമായിരുന്നു ഇന്ത്യയുടേത്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 257 റൺസാണ് നേടിയത്. ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിന്റെയും ജോസ് ബട്ട്ലറിന്റെയും പ്രകടനമാണ് ഇംഗ്ലണ്ടിന്റെ വിജയത്തിന് പിന്നിൽ. 64 പന്തിൽ 131 റൺസ് നേടി ജോസ് ബട്ട്ലറും 45 പന്തിൽ 95 റൺസ് നേടി നോട്ട് ഔട്ടായി നിന്ന് ഹാരി ബ്രൂക്കും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മോശം ബോളിംഗും മോശം ഫീൽഡിംഗുമായിരുന്നു ഇന്ത്യയുടേത്. ഹാരി ബ്രൂക്കിന്റെയും ജോസ് ബട്ട്ലറിന്റെയും നിരവധി ക്യാച്ചുകളാണ് ഇന്ത്യ പാഴാക്കി കളഞ്ഞത്. വൈഭവ് സൂര്യവംശിയെ മാറ്റി സഞ്ജു സാംസൺ ആയിരുന്നു ഇന്ത്യയുടെ ഓപ്പണിംഗ് കുറിച്ചത്. മികച്ച ഒരു തുടക്കം തന്നെയാണ് സഞ്ജു നൽകിയത്. 14 പന്തിൽ 27 റൺസാണ് സഞ്ജു നേടിയത്. ഇഷാൻ കിഷൻ 56 റൺസും തിലക് വർമ്മ 53 റൺസ് നേടി പൊരുതിയെങ്കിലും ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചില്ല. 20 ഓവറിൽ 201 റൺസ് മാത്രമേ ഇന്ത്യക്ക് നേടാൻ സാധിച്ചുള്ളൂ. എന്തായാലും വേൾഡ് കപ്പിന് ശേഷമുള്ള ഇന്ത്യയുടെ 2 പരമ്പരകളും വളരെ മോശമെന്ന് തന്നെ പറയേണ്ടി വരും. സൂര്യകുമാറിനെ മാറ്റി ശ്രേയസ് അയ്യറിനെ ക്യാപ്റ്റൻസിയിൽ കൊണ്ടുവന്നത് ശരിയായ തീരുമാനമാണോ എന്ന് നിങ്ങൾ തന്നെ പറയണം. ഇനി ഇംഗ്ലണ്ടുമായി 3 ഏകദിന മത്സരങ്ങളാണ് ഉള്ളത്. 14-ാം തീയതിയാണ് മത്സരം തുടങ്ങുന്നത്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ എന്നിവർ ഏകദിന ടീമിലുണ്ട്.